ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുമുള്ള വീടുകൾ പലതും ഒഴിഞ്ഞെടുക്കുകയാണ്. കേരളത്തിലാകെ ലക്ഷക്കണക്കിന് വീടുകൾ ആളുതാമസമില്ലാതെ ഒഴിഞ്ഞെടുക്കുകയാണ്. പെര പണിതതിനു ശേഷം ഒരു ദിവസം പോലും താമസിക്കാതെ വീടുകൾ ഉണ്ട്. കൊല്ലങ്ങൾ പലതും കഴിയുമ്പോൾ ആ ഗൃഹനാഥന് വരും, പാക പൊളിഞ്ഞു കിടക്കുന്നുണ്ടാവും. കൊല്ലം റിപ്പയർ ചെയ്യിക്കും. അതിനെ വീട് എന്ന് പറഞ്ഞാലും വസതി എന്ന് പറയാൻ പറ്റില്ല. വസതി എന്ന് പറഞ്ഞാൽ വസിക്കണം, അതിൽ താമസിക്കണം. ഇതൊരു നാണയം മാതിരി എപ്പോൾ വേണമെങ്കിൽ വിൽക്കാവുന്നതും അതിനോട് സെന്റിമെന്റ്സ് ഉണ്ടാവില്ല. നമുക്ക് സെന്റിമെന്റ്സ് ഉണ്ടാവണമെങ്കിൽ അത് വസതി ആകണം. അതുകൊണ്ടാണ് വാസന ആ വാക്കുണ്ടായത്. വസിക്കുക എന്നുള്ളതിൽ നിന്നാണ് വാസന. വസതി, താമസം. താമസിക്കുന്ന വീടിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ മുതൽക്കുള്ള പുല്ലൊക്കെ പറിച്ചു കളയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് വരും. ഇത് വേറൊരാളിലാണെന്ന് കാണുന്നവർക്ക് തോന്നുമോ? തോന്നില്ലല്ലോ. വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ പരിസരം വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? വസതി എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കണം. കഴിഞ്ഞില്ല. ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല. താമസിച്ചാൽ മാത്രം വസതി ആവില്ല. അതപ്പോൾ പറഞ്ഞു വരുന്നത്. ആള് താമസമില്ലെങ്കിൽ വസതിയല്ല, താമസമുണ്ടായി എന്നുള്ളതുകൊണ്ട് വസതിയാവില്ല. ഇന്നേ വരെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയ വീടുകളിൽ വെച്ച് ഏറ്റവും നല്ല വീട് ഏതായിരുന്നു? ഇന്നേ വരെ ഭാരതത്തിൽ ഉണ്ടാക്കിയ വീടുകളിൽ വെച്ച് ഏറ്റവും നല്ല വീടാണ് മഹാഭാരതത്തിൽ പാണ്ഡവന്മാർ താമസിക്കാനായി പണിത ഇന്ദ്രപ്രസ്ഥം എന്ന വീട്. അതിൻ്റെ അപ്പുറത്ത് വീടില്ല. ആ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള വീട് ഒരു പ്രത്യേക വീടാവണം എന്നുള്ളത് കൊണ്ട് മയൻ എന്ന ശില്പിയോട് അപേക്ഷിച്ച് ആ ശില്പി ഉണ്ടാക്കി കൊടുത്ത. എന്താപ്പാ വീടിൻ്റെ പ്രാധാന്യം? മുഹൂർത്തം നോക്കി എല്ലാം കൃത്യമാക്കി സുഖമായിട്ട് താമസിക്കാവുന്ന വീടാണ് ഈ ശില്പി ഉണ്ടാക്കി കൊടുത്തത്. ഇന്ന് വരെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധം രമ്യഹർമ്മമായിരുന്നു ഈ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള കെട്ടിടം. ആ കെട്ടിടം മുഹൂർത്തം നോക്കി ആ ശില്പി വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത്. എല്ലാം തികഞ്ഞ വീട് ആയിരുന്നു. ആ വീട്ടിലിരുന്നിട്ടാണ് ഈ ദുര്യോഗങ്ങൾ മുഴുവൻ ഉണ്ടായത്. അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ ജ്യോത്സ്യനെ കൊടുന്നു, അനവധി ചടങ്ങ്. തൊട്ട വീട്ടുകാരൻ പറഞ്ഞു നാളെ കട്ടില വെക്കുന്ന ദിവസമാണ്, അതൊരു ചടങ്ങാണ് കട്ടില വെക്കൽ. ഇന്നിപ്പോൾ നാളെ കട്ടില വെച്ചില്ലെങ്കിൽ പിന്നെ ജ്യോത്സ്യം പറഞ്ഞത് വേറൊരു മുഹൂർത്തമാണ്, അപ്പോഴേക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും വീട് ഇങ്ങനെ തന്നെയാണ് പണിയുന്നത്. നമ്മുടെ വീട്ടിൽ നല്ല അനുഭവം ഉണ്ടാവണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. ഈ വീടിന് ഇപ്പം എന്തേ പറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട്? അവിടേക്ക് ആരെയാ ക്ഷണിച്ചത്? ബന്ധുക്കളെ മുഴുവൻ വിളിച്ചു. ആ ബന്ധുക്കളൊക്കെ സുയോധനൻ എന്നാണ് ബന്ധുവിൻ്റെ പേരെങ്കിലും ദുര്യോധനൻ എന്നാണ് വിളിക്കുക സ്വഭാവം അനുസരിച്ച്. സുശാസനൻ എന്നല്ല വിളിക്കുക, ദുശാസനൻ എന്നാണ് വിളിക്കുക. ഏത് കാര്യവും
അപ്പോൾ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ദുരഭിമാനത്തെ ധനമായി കരുതുന്ന ആളുകൾ. ബന്ധുക്കളാരാ? ആ ബന്ധുക്കൾ ആദ്യം വീട്ടിലേക്ക് വരുന്നത് ദുരഭിമാനത്തെ ധനമായി കാണുക. തൻ്റെ കേമത്തെ എന്താ അറിയോ, ഇവിടുന്നോട്ട് അത്ര ദൂരം പോകണമെങ്കിൽ ആനപ്പുറത്തേ പോകുള്ളൂ, നടന്നു പോവില്ല. പലരും അങ്ങനെയാണല്ലോ. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് മഞ്ചേരിയിൽ നിന്ന് കല്യാണത്തിന് കോഴിക്കോട്ടേക്ക് വന്നു. ടാക്സി പിടിച്ചിട്ടാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ടാക്സി പിടിച്ച 30 കൊല്ലമായിട്ട് ഞാൻ ബസ് കയറിയിട്ടില്ല. അവിടെ പോയി കല്യാണത്തിന് പോയപ്പോൾ ഈ പുതിയൊരു ഡ്രൈവറുടെ ടാക്സി പിടിച്ചാൽ വന്നത്. ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് ഡ്രൈവർ കാറും കൊണ്ട് മഞ്ചേരിക്ക് പോയി. ഇയാളുടെ വീട്ടിലേക്ക് പോയിട്ട് ടാക്സി കാശ് വീട്ടിൽ നിന്ന് വാങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് ഇയാൾക്ക് മടങ്ങി പോകാൻ വാഹനമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോഴെന്തായി ബസ് പോകണല്ലോ, ഞാൻ കോഴിക്കോട്ട് മാങ്കാവിലാണ്, ഇനിയിപ്പോൾ എന്ത് പോകണം, ടാക്സി പിടിക്കണമെങ്കിൽ ഇപ്പോൾ എവിടെ നിന്ന് വിളിക്കണം എന്നൊക്കെ. ബസ് കയറാൻ പറ്റില്ല. 30 കൊല്ലമായി ഞാൻ ബസ് കയറിയിട്ടില്ല. ഇതല്ലേ ഒരർത്ഥത്തിൽ ദുരഭിമാനം എന്നൊക്കെ പറയണത്. കഷ്ടപ്പെട്ട് വേറെ എവിടേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വന്ന് അവിടുന്ന് ടാക്സി സ്റ്റാൻഡിൽ വന്നിട്ടൊക്കെയാണ് ഇയാൾ പോയത്. ബന്ധുജനങ്ങൾ മുഴുവൻ ദുരഭിമാനികളായിരുന്നു. ആ വീട്ടിലേക്ക് വന്ന് കയറുന്നവർ. നമ്മുടെ ശരീരം ഒരു വസതിയാണ്. ആ ശരീരത്തിൻ്റെ ബന്ധുക്കൾ ദുരഭിമാനികളായാൽ അബദ്ധമല്ലേ? എത്ര അർത്ഥം വന്നു. അങ്ങനെ വന്ന് ദുശാസനനും ഒക്കെ വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് തറ മിനുക്കി ഭംഗിയാക്കിയിരിക്കുന്നു. ഇപ്പം നമ്മൾ മിനുക്കി എന്ന് പറഞ്ഞാൽ മാർബിളാണ് ഉദാഹരണം പറയുക. കണ്ണാടി പോലെ മിനുക്കിയിട്ടാണ് വരുന്നത്. നടന്നു വരുമ്പോൾ വെള്ളം തളം കെട്ടി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ധരിച്ച വസ്ത്രമൊക്കെ പൊക്കി മടക്കി കുത്തി നോക്കുമ്പോൾ വെള്ളമല്ല, പരിഹാസമായി. മട്ടുപ്പാവിൽ നിന്നിട്ട് പാഞ്ചാലി ഒരു ചിരി ചിരിച്ചു. പരിഹാസച്ചിരി. ആ ചിരിയാണ് മഹാഭാരത കഥ. ആ ചിരി ഇല്ലെങ്കിൽ മഹാഭാരതം കഥയില്ല, യുദ്ധവുമില്ല. ഒരു അബദ്ധവും പറഞ്ഞു. കണ്ണ് കാണില്ല അല്ലേ? കണ്ണ് കാണുണ്ടാവില്ല. അച്ഛനെ കണ്ണ് കാണില്ലല്ലോ. എന്താ അത് വല്ലാത്തൊരു വേണ്ടാത്ത ഡയലോഗ് ആയിപ്പോയി. പാഞ്ചാലിയുടെ കുറ്റല്ല. ഈ സന്തോഷം കൊണ്ട് നമ്മളൊക്കെ അറുമാദിക്കുമ്പോൾ, ആ വാക്കാണ് അറുമാദിക്കുക. അപ്പം നമ്മൾ എന്തും പറയും. അല്ലെങ്കിൽ ഈ വരി വേണ്ടോ, ഈ സെന്റിമെന്റ്സ് വേണ്ടല്ലോ. പാഞ്ചാലി അങ്ങനെയൊന്നും പറയാത്തതാണ്, ഡീസൻ്റാണ്. പക്ഷെ അറുമാദിച്ച് ടോപ്പിലെത്തിയപ്പോഴേ അത് ഉണ്ടാക്കിയൊരു പ്രതികാരം, അപ്പം ഉണ്ടായൊരു അപമാനമാണ്. അത് വസതിയാവാതെ പിന്നീട് അതൊരു യുദ്ധക്കളാവുകയും യുദ്ധത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത്. നമ്മുടെ നാക്കിൽ സരസ്വതി ഉണ്ടാകണം. അരവൻ നാം താമസിക്കുന്ന വീടിനെ വസതിയാക്കി മാറ്റണം. ആ വസതിയാക്കി മാറ്റാൻ അവിടെ നല്ല രീതിയിൽ ജീവിക്കാനും മാത്രമല്ല, അന്യരുടെ ദൗർബല്യങ്ങൾ നോക്കി പരിഹസിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടായ ചരിത്രമില്ല. മഹാഭാരതം ഇത് വ്യക്തമാക്കുന്നു. മഹാഭാരതം വായിക്കുമ്പോൾ, ആ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുകയും നിരീക്ഷണബോധം ഉണ്ടെങ്കിൽ എല്ലാവർക്കും തോന്നും ഈ ഇന്ദ്രപ്രസ്ഥത്തിന് ഇങ്ങനൊരു ഗതികേട്
ഉണ്ടായല്ലോ എന്ന്. ഈ പരിഹാസച്ചിരിയാണ് ഇന്ന് കാണുന്ന സിവിൽ കേസിൻ്റെ കാര്യവും പോലീസ് കേസിൻ്റെ കാര്യവും 40 കൊല്ലമായിട്ട് കോടതി വരാന്തയിൽ കയറി ഇറങ്ങുന്നതിൻ്റെ കാരണമൊക്കെ ഒരു പരിഹാസച്ചിരിയോ ഒരു വാക്കോ ആണ്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് ആലോചിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.